പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് നീലക്കുയിൽ. 1954 പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രമാണ് നീലക്കുയിൽ. വർഷം 1954. മാധ്യമ പ്രവർത്തനത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. മാധ്യമ പ്രവർത്തനത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായി അറിയപ്പെടുന്നത് പിയറി ഡി കുബർട്ടിനാണ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായി അറിയപ്പെടുന്നത് പിയറി ഡി കുബർട്ടിനാണ്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ടൂർണമെന്റിലെ ജേതാക്കൾക്ക് നൽകുന്നതാണ് അസ്ലൻ ഷാ കപ്പ്? ഇത് ഹോക്കിയാണ്. ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് അസ്ലൻ ഷാ കപ്പ്. ഹോക്കി ടൂർണമെന്റിലെ ജേതാക്കൾക്ക് നൽകുന്നതാണ് അസ്ലൻ ഷാ കപ്പ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ മലയാളിയാണ് TC യോഹന്നാൻ. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ മലയാളി TC യോഹന്നാനാണ്. 1974 ടെഹ്റാനിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലാണ്. 1974 ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിലാണ് ലോങ് ജമ്പിലാണ് TC യോഹന്നാൻ സ്വർണം നേടിയത്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതിനെ തുടർന്ന് G. ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് ഓടക്കുഴൽ അവാർഡ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതിനെ തുടർന്ന് G. ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് ഓടക്കുഴൽ അവാർഡ്. ഏത് സംഗീത ഉപകരണത്തിലാണ് പാലക്കാട് മണി അയ്യർ പ്രസിദ്ധനായത്? മൃദംഗത്തിലാണ്. ഏത് സംഗീത ഉപകരണത്തിലാണ് പാലക്കാട് മണി അയ്യർ പ്രസിദ്ധനായത്? മൃദംഗത്തിലാണ്. ഏത് കൃതിയിലെ പ്രശസ്ത കഥാപാത്രമാണ് ഒറ്റക്കണ്ണൻ പോക്കർ? ഒറ്റക്കണ്ണൻ പോക്കർ എന്ന് പറയുന്നത് മുച്ചീട്ടു കളിക്കാരന്റെ മകൾ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഒറ്റക്കണ്ണൻ പോക്കർ. സാഹിത്യകാരൻ ബെന്യാമിന്റെ യഥാർത്ഥ പേര്? ബെന്യാമിന്റെ യഥാർത്ഥ പേരാണ് ബെന്നി ഡാനിയൽ. ബെന്യാമിന്റെ യഥാർത്ഥ പേര് ബെന്നി ഡാനിയൽ എന്നാണ്. പാവങ്ങളുടെ കഥകളി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച കേരളത്തിലെ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. പാവങ്ങളുടെ കഥകളി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച കേരളത്തിലെ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. ഏത് റഷ്യൻ സാഹിത്യകാരന്റെ ജീവിതം ആസ്പദമാക്കി രചിച്ച നോവലാണ് ഒരു സങ്കീർത്തനം പോലെ? ഇത് ഫിയദോർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. ഫിയദോർ ദസ്തയേവ്സ്കി എന്ന റഷ്യൻ സാഹിത്യകാരന്റെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന പ്രയോഗത്തിലെ തൊട്ട് എന്ന പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നത്? ഗതി. ഗതി എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ശൈലിയിലെ തൊട്ട് എന്ന വാക്ക് ഗതി എന്ന വിഭാഗത്തിൽ പെടുന്നു. ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര വനവർഷമായി ആചരിച്ച വർഷം 2011. ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര വനവർഷമായി ആചരിച്ച വർഷമാണ് 2011. ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ച വർഷം 2010. ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ച വർഷം 2010. എന്നാണ് ലോക ജൈവ വൈവിധ്യ ദിനം? ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. ലോക ജൈവ വൈവിധ്യ ദിനമാണ് മെയ് 22. ലോക വന്യജീവി ദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് 3. ലോക വന്യജീവി ദിനമായി ആചരിക്കുന്ന ദിവസമാണ് മാർച്ച് 3.
ലോക വന്യജീവി ദിനം ആചരിക്കുന്നതിന് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത് 2013 2013 ഡിസംബർ 20-നാണ്. 2013 ഡിസംബർ 20-നാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക വന്യജീവി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ദേശീയ വന്യജീവി വാരാഘോഷം ആചരിക്കുന്നത് ഒക്ടോബർ 2 മുതൽ 8 വരെയാണ്. ദേശീയ വന്യജീവി വാരാഘോഷം ആചരിക്കുന്നത് ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 8 വരെയാണ്. ദേശീയ വനം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്ന ദിവസം ദേശീയ വനം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്ന ദിവസം സെപ്റ്റംബർ 11 ദേശീയ വനം രക്തസാക്ഷി ദിനാചരണത്തിന് പിന്നിലുള്ള സംഭവം 1730 ഖെജാർലി കൂട്ടക്കൊലയാണ്. 1730 നടന്ന ഖെജാർലി കൂട്ടക്കൊലയെ തുടർന്നാണ് സെപ്റ്റംബർ 11 ദേശീയ വനം രക്തസാക്ഷി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഖെജാർലി കൂട്ടക്കൊല നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? മഹാരാജ അഭയ് സിംഗ്. മഹാരാജ അഭയ് സിംഗിന്റെ കാലത്താണ് ഖെജാർലി കൂട്ടക്കൊല നടന്നത്. ലോക ജലദിനമാണ് മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22-നാണ്. ഏത് മാസത്തിലെ 4-ാമത്തെ ഞായറാണ് ലോക നദീ ദിനമായി ആചരിക്കുന്നത്? ഏത് മാസത്തിലെ 4-ാമത്തെ ഞായറാണ് ലോക നദീ ദിനമായി ആചരിക്കുന്നത്? സെപ്റ്റംബർ മാസത്തിലെ 4-ാമത്തെ ഞായറാഴ്ച ലോക നദീ ദിനമായി ആചരിക്കുന്നു. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക കടുവാ ദിനം ജൂലൈ 29. ലോക കടുവാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 29-നാണ്. ലോക ഗജ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് 12. ലോക ഗജ ദിനം ഓഗസ്റ്റ് 12 ലോക ഗജ ദിനം ഓഗസ്റ്റ് 12. ലോക സിംഹ ദിനം ഓഗസ്റ്റ് 10. ലോക സിംഹ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 10. ലോക സീബ്ര ദിനമായി ആചരിക്കുന്ന ദിവസം ജനുവരി 31. ജനുവരി 31 ലോക സീബ്ര ദിനം. ജനുവരി 31 ലോക സീബ്ര ദിനം. ജനുവരി 31 ലോക സീബ്ര ദിനം. ലോക ഹിപ്പോപ്പൊട്ടാമസ് ദിനമായി ആചരിക്കുന്ന ദിവസം ഫെബ്രുവരി 15. ലോക ഹിപ്പോപ്പൊട്ടാമസ് ദിനമായി ആചരിക്കുന്ന ദിവസം ഫെബ്രുവരി 15.